രാജ്യത്തെ നിയമവ്യവസ്ഥ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നിയമങ്ങളുടെ അഭാവമല്ല, മറിച്ച് സാധാരണക്കാർക്ക് നീതി ലഭിക്കാത്തതാണ് എന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വാക്കുകൾ ഇന്ന് കേരളത്തിന് പോലും ഒരു വലിയ താക്കീതാണ് നൽകുന്നത്. ഭരണഘടനയുടെ വിജയം അളക്കേണ്ടത് വലിയ കേസുകളിലല്ല, മറിച്ച് സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തിലാണ് എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഈ വാക്കുകൾ അദ്ദേഹം പറയുമ്പോൾ തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ഉയരുന്നത് നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളികളാണ്. നിയമം പടിവാതിൽക്കൽ എത്തുന്നതിന് മുൻപേ മരണം പടിവാതിൽക്കൽ എത്തുന്ന കാഴ്ചയാണ് കേരളത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ ഓർമ്മകൾ മായും മുൻപേയാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെയും വിയോഗം. സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ കുറ്റക്കാർ സഹപാഠികളായിരുന്നു എങ്കിൽ നിതിൻ രാജിന്റെ കാര്യത്തിൽ വിരൽ ചൂണ്ടപ്പെടുന്നത് അവരുടെ അധ്യാപകർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രിമിനലുകൾക്ക് നേരെയാണ്. ജാതി വിവേചനവും മാനസിക പീഡനവുമാണ് ഒരു യുവ ജീവൻ കൂടി അപഹരിക്കുന്നതിൽ കാരണമായിട്ടുള്ളത്. ഡെറാഡൂണിൽ നടന്ന നോർത്തേൺ റീജിയണൽ കോൺഫറൻസിലായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ നിർണായകമായ നിരീക്ഷണം അദ്ദേഹം പങ്കുവച്ചത്. ഇന്ത്യക്ക് അവകാശങ്ങളുടെ ശക്തമായൊരു ചട്ടക്കൂടുണ്ട്, പക്ഷേ ദൂരവും കാലതാമസവും കാരണം അവ സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളും നാഗാലാൻഡിലെ ആദിവാസികളും നേരിടുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം ഇതിൽ എടുത്തു പറയുന്നുണ്ട്. നീതിയുടെ നിലനിൽപ്പ് മാത്രം പോരാ, അത് സമയബന്ധിതമായി നടപ്പിലാക്കപ്പെടുക കൂടെ ചെയ്യണം. ഓരോ പ്രദേശത്തിന്റെയും സാമൂഹികമായ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു നിയമസഹായ പദ്ധതിയാണ് ഈ രാജ്യത്തിന് ആവശ്യമെന്നാണ് അദ്ദേഹം അടിവരയിട്ട് സൂചിപ്പിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഈ സാമൂഹിക പ്രത്യേകതകൾ ഇന്ന് കേരളത്തിന് തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ മരണം കണ്ട സാംസ്കാരിക കേരളം ഒന്നടങ്കം പറഞ്ഞിരുന്നു, ഇനി ഇത് കേരളത്തിൽ ആവർത്തിക്കരുത്. കേരളത്തിൽ എന്നല്ല, ലോകത്തിന്റെ ഒരു ഭാഗത്തും ഇത്തരമൊരു കൊലക്കുറ്റമോ ഇത്തരമൊരു കൊലപാതകമോ ഇനി ആവർത്തിക്കരുത് എന്ന് അന്ന് നമ്മൾ നായികൾക്ക് 40 വട്ടം പറഞ്ഞതായിരുന്നു. എന്നാൽ മാസങ്ങൾക്കപ്പുറം നിതിൻ രാജിന്റെ മരണം നമ്മെ വീണ്ടും ലജ്ജിപ്പിക്കുകയാണ്. ജാതി വിവേചനവും മാനസിക പീഡനവുമാണ് ആ വിദ്യാർത്ഥിയുടെ ജീവൻ എടുത്തതെന്ന ആരോപണവും കനക്കുകയാണ്. തൊലി നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഇന്നും കലാലയങ്ങളിൽ വിവേചനം കൊടികുത്തി വാഴുന്നു. നിയമങ്ങൾ ഉണ്ടായിട്ടും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളും നമ്മുടെ നാട്ടിലെ യുവാക്കളും സുരക്ഷിതരല്ല? അധികാരികളുടെ നിസ്സംഗതയും നീതി ലഭിക്കാനുള്ള കാലതാമസവുമാണ് ഈ ആവർത്തനങ്ങൾക്ക് പിന്നിലെ പ്രത്യേക കാരണങ്ങൾ. തങ്ങളുടെ സഹപാഠി മരണപ്പെട്ടിട്ടും തങ്ങളുടെ സ്റ്റുഡന്റ് മരണപ്പെട്ടിട്ടും ഒരു നോക്കുപോലും കാണാൻ ആരും ആ കോളേജിൽ നിന്നും വന്നിട്ടില്ല എന്നുള്ളതും നമുക്ക് എല്ലാവരെയും ഞെട്ടിക്കുന്ന സംഭവമാണ്. എല്ലാ കാര്യങ്ങളിലും സമരവും മുദ്രാവാക്യവും വിളിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ പോലും ഈ വിഷയത്തിൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പ്രതികരിച്ചത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തത് കൊണ്ടോ ആ വിഷയങ്ങൾ കൃത്യമായ രീതിയിൽ അതിനെ വിജയിപ്പിച്ചെടുക്കാനും ഫലിപ്പിക്കാനും അവർക്കൊന്നും സാധ്യമാകുന്നില്ല എന്നതാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വാക്കുകൾ നിതിൻ രാജിന്റെയും സിദ്ധാർത്ഥിന്റെയും കുടുംബങ്ങൾക്ക് കൂടി വേണ്ടിയുള്ളതാണ്. നിയമങ്ങൾ എത്ര ശക്തമായാലും അത് സാധാരണക്കാരന്റെ മക്കളിലേക്ക് യഥാസമയം എത്തുന്നില്ലെങ്കിൽ അവ വെറും കടലാസ് തുണ്ടുകൾ മാത്രമാണ്. കേരളത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ചീഫ് ജസ്റ്റിസ് സൂചിപ്പിച്ചതുപോലെ അത്ര സുരക്ഷിതമല്ല എന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നിയമസഹായ പദ്ധതികൾ പലപ്പോഴും ഫയലുകളിൽ മാത്രമായി ഒതുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുറ്റവാളികൾ രക്ഷപ്പെടുന്നതും ഇരകൾ വേട്ടയാടപ്പെടുന്നതും ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതിക്ക് വിരുദ്ധമാണ്. ഭരണഘടനയുടെ യഥാർത്ഥ വിജയം സാധാരണക്കാരന്റെ ജീവിതത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. സിദ്ധാർത്ഥിനും നിതിൻ രാജിനും ഉണ്ടായ അനുഭവം ഇനി ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടാവരുത്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞതുപോലെ നീതി പടിവാതിൽക്കൽ എത്തണം. അല്ലാത്ത പക്ഷം നമ്മുടെ കലാലയങ്ങൾ ഇനിയും കൊലപാതക നിലയങ്ങളായി തുടരും. നീതിക്കായി കണ്ണീരോടെ കാത്തിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും അടങ്ങാത്ത നോവായി അവശേഷിക്കും. ജാതി വിവേചനത്തിന്റെ കൊലപാതകങ്ങളിൽ നീതി നടപ്പിലാക്കുന്നതിലെ വീഴ്ചകൾ നിർബന്ധമായും പരിഹരിക്കപ്പെടുക തന്നെ വേണം. Waytonikah.com, the exclusive Muslim matrimonial site.